ഹൗ വാസ് യുവർ സ്ലീപ്പ് യെസ്റ്റർഡേ? ഇങ്ങനൊരു ചോദ്യം അധികമാരും നിങ്ങളോട് ചോദിച്ചു കാണില്ല. ബട്ട് റൈറ്റ് നൗ ദിസ് ഇസ് എ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 2024 മെയ് ഹൈക്കോർട്ട് ഓഫ് മുംബൈ ഡിക്ലെയർഡ് സ്ലീപ്പ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. എന്നാൽ 2025 ലോക്കൽ സർക്കിൾ സർവേ പ്രകാരം 59% ഇന്ത്യക്കാരും 6 മണിക്കൂറിന് താഴെയാണ് ഉറങ്ങുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റ് ഒരു ദിവസം ഉറങ്ങിയിരുന്നത് 10 മണിക്കൂറാണ്. വൈ സ്ലീപ്പ് ഈസ് സോ ഇമ്പോർട്ടന്റ്? 2023 ഓഗസ്റ്റ് 7 64 വയസ്സുകാരനായ റാം കൊട്മൽ ഇസ്രാനി എന്ന ബിസിനസ്സുകാരനെ ബാങ്ക് തട്ടിപ്പിന്റെ പേരിൽ കസ്റ്റഡി എടുക്കുകയും ഏകദേശം 8 മണിക്കൂർ നീളുന്ന ഇന്റർഗേഷൻ അവസാനിച്ചത് പുലർച്ചെ 3 മണിക്കാണ്. എന്ന് വെച്ചാൽ 20 മണിക്കൂർ നീളുന്ന സ്ലീപ്പ് ഡിപ്രവേഷനാണ് ഇദ്ദേഹം വിധേയനായത്. ഇത് ആർട്ടിക്കിൾ 21 ലംഘനമാണെന്നും ഉറക്കം പൗരന്റെ മൗലിക അവകാശമാണെന്നും മുംബൈ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. 2025 ലോക്കൽ സർക്കിൾ സർവേ പ്രകാരം 59% വരുന്ന ജനങ്ങളും 6 മണിക്കൂർ താഴെ മാത്രമാണ് ഉറങ്ങുന്നത്. ഇതിൽ 20% ആളുകളും 4 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നുള്ളൂ. ഇതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് സർക്കംസ്റ്റാൻസും ലൈഫ് സ്റ്റൈലുമാണ്. ഏകദേശം വരുന്ന 20% തൊഴിലാളികളും നൈറ്റ് ഷിഫ്റ്റ്, നൈറ്റ് ഡ്രൈവിംഗ് പോലത്തെ ജോലികൾ ചെയ്തു വരുന്നവരാണ്. എന്ന് വെച്ചാൽ 28 കോടി ജനങ്ങളാണ് ഈ നൈറ്റ് മാത്രം വർക്ക് ചെയ്യുന്നത്. നമ്മൾ എത്ര പേരാണ് 12 മണിക്ക് ശേഷം ഫോൺ യൂസ് ചെയ്യുന്നത്? എന്നാൽ ഒന്നോർത്തോളൂ, നമ്മൾ ഒറ്റയ്ക്കല്ല. ഇന്ത്യൻ പോപ്പുലേഷന്റെ 45% ആളുകളും 12 മണിക്ക് ശേഷം ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ഒരു ദിവസത്തിലെ 24 മണിക്കൂറിലെ 3ആയി ഡിവൈഡ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ 2 പാർട്ടിലായിരിക്കും നമ്മൾ നമ്മുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. വർക്ക് ചെയ്യണത്, പഠിക്കണത്, ട്രാവൽ ചെയ്യണത്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ 16 മണിക്കൂറായി. ഈ 16 മണിക്കൂറിൽ നമ്മുടെ ബോഡിനും ബ്രെയിനും ഒരുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ബോഡിക്കും ബ്രെയിനും ഒരു റിക്കവറിക്ക് വേണ്ടിയാണ് അവസാനത്തെ 8 മണിക്കൂർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ 8 മണിക്കൂർ പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് കൊടുത്തില്ല എങ്കിൽ പിറ്റേ ദിവസത്തെ 16 മണിക്കൂർ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു ദിവസം ഉറങ്ങിയിരുന്നത് 10 മണിക്കൂറാണ്. എന്ന് വെച്ചാൽ 120 മിനിറ്റിന്റെ 5 സ്ലീപ്പിംഗ് സൈക്കിൾ. എന്താണ് ഈ സ്ലീപ്പിംഗ് സൈക്കിൾ? നമ്മൾ ഉറക്കത്തിൽ ഓട്ടോമാറ്റിക്കലി ഒരു പീരീഡ് ഓഫ് ടൈം വരുമ്പോൾ ഉണരുന്നുണ്ട്. ഈ ഉണരുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്ലീപ്പിംഗ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഏകദേശം 90 to 120 മിനിറ്റ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ 90 മിനിറ്റിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉറക്കത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. ഈ ഉറക്കത്തിൽ ഉണരുന്നത് വരെയുള്ള സമയത്തെയാണ് എന്ത് പറയുന്നത്, ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സൈക്കിളിൽ 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് 2 സ്റ്റേജിലും നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഉണരുന്നതെല്ലാം ഈ സ്റ്റേജ് 1ഉം 2യിലായിരിക്കും. നമ്മൾ സ്വപ്നം കാണുന്നത് ഈ സ്റ്റേജിലായിരിക്കും. ഈ സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയും. പിന്നെ വരുന്നതാണ് 4th 5th ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയാം. ഈ സമയത്ത് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കില്ല. പുറത്തൊരു ശബ്ദം കേട്ടാൽ പോലും നമ്മൾ ഉണരുകയില്ല. അത്രയും ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ബോഡി റിക്കവറി നടക്കുന്നത് ഈ സ്റ്റേജിലായിരിക്കും. ഇതിനെയാണ് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന സ്ലീപ്പ് ഡ്യൂറേഷൻ എന്ന് പറയുകയാണെങ്കിൽ 7.5 hour ആണ്. എന്ന് വെച്ചാൽ 90 മിനിറ്റ്സിന്റെ 5 സൈക്കിൾ. ഇതിനു മുന്നേ 6 hours ട്രൈ ചെയ്തിരുന്നു. 90 മിനിറ്റ്സിന്റെ 4 സ്ലീപ്പിംഗ് സൈക്കിൾ. ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് ഇതൊരു ടയേർഡ്നെസ് ഫീൽ ചെയ്യും. പ്രോപ്പർ ആയിട്ടുള്ള റിക്കവറി ഉണ്ടാവില്ല. ഞാൻ 8 hours ഇതേപോലെ ട്രൈ ചെയ്തു, പക്ഷെ അതൊരു ഹെവി ഫീലിംഗ് ആണ്. എന്റെ സ്ലീപ്പ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി 3 കാര്യമാണ് ചെയ്തത്. മെയിൻലി ഞാൻ അലറാം ഒഴിവാക്കി. എനിക്ക് അലറാം സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇറിറ്റേറ്റിംഗ് ആണ്. കാലത്ത് തന്നെ ഈ അലറാം സൗണ്ട് കേട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യം വേറില്ല. സെക്കൻഡ് ആണ്, എന്നും ഒരേ ടൈമിൽ കിടക്കാനും എഴുന്നേക്കാനും ശ്രമിക്കും. എന്റെ സ്ലീപ്പിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 PM to 7 AM ആണ്. എന്തായാലും ഞാനൊരു 11 മണിയാകുമ്പോൾ കിടക്കും. 7 മണിക്ക് മുന്നേ ആയിട്ട് എന്തായാലും എഴുന്നേൽക്കും. ഒരു ലൂസ് ടൈപ്പുള്ള ഡ്രസ് ആയിരിക്കും, ഒരു ടീഷർട്ട്, പാന്റ് ലൂസ് ആയിരിക്കും. അണ്ടർവെയർസ് യൂസ് ചെയ്യാറില്ല. സോക്സ് യൂസ് ചെയ്യാറുണ്ട്. സോക്സ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള സ്ലീപ്പ് നമുക്ക് കിട്ടാറുണ്ട്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.